ഹായ് ഗായ്സ്, അഭിസുഖയുടെ പുതിയ വീഡിയോയിലൂടെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്ന് പോർച്ചുഗൽ എപ്പിസോഡ് 3 ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോർച്ചുഗലിൽ ഒരു കടൽ തീരം കാണാൻ വന്നേക്കുവാണ്. പക്ഷേ നമ്മുടെ UK-നെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര സ്ട്രോങ് ആണ്. ഓക്കെ, പക്ഷേ ഇപ്പോൾ ഇരുട്ടായിപ്പോയി. അൺഫോർച്ചുനേറ്റ്ലി നിങ്ങളെ കാണിക്കാൻ പറ്റാത്തതിൽ നല്ല സങ്കടമുണ്ട്. പക്ഷേ ഈ വീഡിയോ എടുത്തതിൻ്റെ മെയിൻ ഉദ്ദേശം ഞങ്ങൾ ഇവിടെ വന്നപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടോ, അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവണില്ല. വല മുറിഞ്ഞും കിടക്കേണ്ട താഴത്തോട്ട്. ഇതെന്താണ് സംഭവം എന്ന് അറിയാവുന്നവർ പോർച്ചുഗലിലേക്ക് വന്ന് ഈ കടൽ തീരത്തേക്ക് വന്നവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇൻസ്റ്റാളേഷൻ ഇവോക്കിംഗ് ഫിഷിംഗ് നെറ്റാണോ? ഓ, ജസ്റ്റ് ഒരു ഫിഷിംഗ് നെറ്റാട്ടോ. ചിലപ്പോൾ മുക്കുവന്മാരായിരുന്നിരിക്കാം പണ്ട് അല്ലേ, കടലിൻ്റെ അടുത്ത്. അതുകൊണ്ട് ഫിഷിംഗ് നെറ്റ് ആയിരിക്കാം. വാ ഗോപി വാ, ഇത് എടുക്കാനുള്ള പരിപാടി നമുക്ക് നോക്കാം. എങ്ങനെ ഇത് എടുക്കാം? 1 മണിക്കൂർ പെർ മിനിറ്റിന് 0. അതായത് 0.01 പൗണ്ട് പെൻസൊക്കെയാണ് ആവുള്ളൂ. ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ 1 മണിക്കൂറിന് ചെറിയ റേറ്റ് ഉള്ളൂ അല്ലേ? പക്ഷേ ഇത് എവിടെ കൊണ്ട് വെക്കും? എവിടെ വേണമെങ്കിലും നമുക്ക് വെക്കാം. നമ്മൾ എടുത്തോട്ട് തന്നെ തിരിച്ചു വെക്കണമെന്ന് യാതൊരു ഇതുമില്ല. ലണ്ടനിൽ നമ്മൾ എടുത്തപ്പോൾ അങ്ങനെയായിരുന്നു. ലണ്ടനിൽ ലൈം എന്ന് പറഞ്ഞൊരു സെറ്റപ്പായിരുന്നു. ഇത് ബോൾട്ട്, ലൈം നമ്മളെടുത്തത് അത്. പിന്നെ മച്ചാനെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാട്ടോ. നമ്മൾ രാവിലെ ഇറങ്ങിയപ്പോൾ നല്ല ചൂടായിരുന്നു എന്ന കണ്ടീഷനിൽ നമ്മളിത് ഈ ഒരു വൈറ്റ് ടീഷർട്ട് ഇട്ട് ഇറങ്ങി വന്നതാണ് ഞാൻ. ഇപ്പോൾ രാത്രി ഒരു 6 മണി കഴിഞ്ഞപ്പോൾ അതിൽ നല്ല തണുപ്പാൻ തുടങ്ങി. ഇപ്പോൾ 8 മണിയായി. ബീച്ച് സൈഡ് നല്ല തണുത്ത കാറ്റടിക്കുകയാണ്. അതുകൊണ്ട് മാത്രം നമ്മൾ റൂമിലോട്ട് തിരിച്ചു പോവാണ്. സത്യം പറഞ്ഞാൽ നമ്മളൊരു 10 മണി വരെയൊക്കെ ഇവിടെ സ്പെൻഡ് ചെയ്യണമെന്ന് ഓർത്തായിരുന്നു. പിന്നെ ഇവിടെ കുറച്ച് പിന്നെ പോർച്ചുഗലിൻ്റെ ട്രഡീഷണൽ ഫുഡ് എന്ന് പറയുന്ന സീ ഫുഡ് കേട്ടോ. അതിൽ തന്നെ നമ്മളോർക്കും പച്ചമീനാണ്, ഈ ഉണക്കമീൻ്റെ ഇതാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ പേഴ്സണലി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞു ഉണക്കമീൻ്റെ ടേസ്റ്റാണ്, അതാണ്. നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കരുത്. കാര്യം ഇതൊക്കെ ഒരു മസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഇവിടെ വന്നപ്പോൾ ആണെങ്കിൽ ഇവർ തന്നെ എല്ലാം നോക്കണത് ഇന്ത്യൻ കുസൈനുണ്ടോ. നമ്മൾ ഈ മാതിരി ഇന്ത്യൻ കുസൈൻ നിന്നിട്ട് ഈ നാട്ടിൽ വരുമ്പോൾ ഇവരുടെ ട്രഡീഷണൽ ഫുഡ് പോലും തിന്നില്ലെങ്കിൽ നാളെ പോർച്ചുഗലിൽ നിന്ന് നമ്മൾ പോയി കഴിയുമ്പോൾ നമ്മളോട് ചോദിക്കും, എടാ നിങ്ങൾ അവിടുത്തെ ട്രഡീഷണൽ ഫുഡ് തിന്നുവോന്ന്. അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റാണ്, നിങ്ങൾ തിന്നു നോക്കണം, നല്ലതാണ്. ഓക്കെ, സോ ഫാർ നമ്മളിപ്പോൾ പോർച്ചുഗലിൽ വന്നിട്ട് 2 ദിവസമായി. ഒരു അക്രമവും കാര്യങ്ങളൊന്നുമില്ല. സേഫാണ് ഇവിടെ. ഓക്കെ, 60K ആൾക്കാർ അവർ ആ മാളിനെ നല്ല ഇതിട്ടിരിക്കുന്നു. 4.7 റേറ്റിംഗ് ഇട്ടിരിക്കുന്നു. മാള് നമ്മൾ കയറണോ? മാളിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ TK Maxും ഇതും പ്രൈമാർക്കും. പക്ഷെ ഇത് കണ്ടോ, ഇതിന് അവർ ഇട്ടിരിക്കുന്ന ഇത് നോക്കി, ഇത് ഭയങ്കര ഇത് മാള് കാണാൻ. എടാ നമുക്കിപ്പോ അതൊന്ന് പോയി നോക്കിയിട്ട് വരാം അവിടെ എന്താന്ന്. മറ്റേ ഇതാണ് ബാറാണോ? ഓ, ലൈറ്റ് ഇട്ട് നമ്മുടെ പ്രലോഭിപ്പിച്ചത് ബാറാണോ? ഇപ്പോൾ നീ ഇവിടെ ഈ ബസ്സിന്റെ ടൈം നോക്കണത് ഏത് ആപ്പ് ത്രൂ ആണ് നോക്കണത്? ജസ്റ്റ് ഗൂഗിൾ മാപ്പ് നോക്കിയാൽ മതിയോ? കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നമുക്ക് അതിനകത്ത് ടൈമിംഗ് എഴുതിയിട്ടുണ്ടല്ലോ. ഓക്കെ, നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് യുകെയിൽ വരുമ്പോഴാണ് നമ്മൾ കൂടുതലും ഗൂഗിൾ മാപ്പ് യൂസ് ചെയ്ത് പഠിക്കുന്നത്. എനിക്ക് നാട്ടിൽ വെച്ചൊന്നും അറിയാൻ പാടില്ലായിരുന്നു. ഇപ്രാവശ്യം ഞാൻ നാട്ടിൽ പോയപ്പോൾ പാസ്പോർട്ട് ഓഫീസിലാണെന്ന് തോന്നുന്നു, കോട്ടയത്ത് എനിക്ക് പോകേണ്ട ആവശ്യം വന്നു. ആരും കൊണ്ടുപോകാനും ഇല്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മൾ UK നോക്കുന്ന ആ ഒരു ഓർമ്മയ്ക്ക് നോക്കിയത് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ KSRTC ബസ് എത്ര മണിക്ക് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എല്ലാം ഗൂഗിൾ മാപ്പിൽ അപ്ഡേറ്റഡ് ആണ്, ഏത് സ്ഥലത്തോട്ടുള്ളതാണ്. അപ്പം ഞാൻ നോക്കിയപ്പോൾ തിരുവനന്തപുരത്തോട്ടുള്ള ബസ് ഒരു 20 മിനിറ്റ് വ്യത്യാസത്തിലുണ്ടെന്ന് കണ്ടു. പിന്നെ അത് വെച്ച് പോയി. കറക്റ്റ് സമയത്ത് ബസ്സും ഉണ്ടായിരുന്നു. ഞാൻ വേറൊരു ഇൻഫർമേഷൻ പറഞ്ഞു. നാട്ടിലെ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് കാർ മാത്രം ഓടിക്കരുത്, പുഴയെ കൊണ്ട് ചാടിക്കും. കണ്ടോ, മായാജിയുടെ സിമ്പിൾ ആണെങ്കിലും പവർഫുൾ, വെരി പവർഫുൾ. എടാ നമുക്കിപ്പോ എത്ര നമ്പർ ബസ്സാണ്? നമുക്ക് 5003 ആണ്, ഓർ 205 ആണ്. ആ ഒരു ഷോപ്പിംഗ് സെന്ററിൽ പോകാം. എന്താണെന്ന് വെച്ചാൽ ഓക്കെ. പിന്നെ ഇവിടെ ബസ് ഏതൊക്കെ ബസ്സുകൾ ഈ സ്റ്റോപ്പിൽ നിർത്തും എന്നുള്ളത് വ്യക്തമായിട്ട് ബസ് ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. പോർച്ചുഗൽ അത്ര ടഫൊന്നും അല്ല കേട്ടോ. ഇപ്പോൾ സിംഗിൾ ആയിട്ടാണെങ്കിലും സോളോ ട്രിപ്പൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് വന്നാലും അല്ലേ. സ്കൂട്ടർ ഭയങ്കര ലാഭമാണ്. നമ്മൾ നോക്കിയില്ല, 0.008 യൂറോ പെർ മിനിറ്റ് ആണ് അതിൻ്റെ ഞാൻ കണ്ടത്. മേ ബി ഫസ്റ്റ് ടൈം കസ്റ്റമറിന് കുറച്ചും കൂടെ എന്തെങ്കിലും കാണുമായിരിക്കും. അധികം ടൂറിസ്റ്റുകളൊന്നും കണ്ടിട്ടില്ല, പക്ഷെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. 10 മിനിറ്റിന് 80p ആയിട്ടാ, 80 പെൻസ് യൂറോ. കൂടുതലും പക്ഷെ ചൈനീസ് നല്ല രീതിയിലുണ്ടല്ലേ. ചൈനീസ് നല്ല രീതിയിൽ അതിപ്പോ നമ്മൾ എവിടെ ചെന്നാലും. പക്ഷെ അന്ന് പറഞ്ഞാൽ അങ്ങനെ കോമൺ ആയിട്ട്
ഒത്തിരി പേര് കാണുന്നു. പക്ഷെ ഇന്ത്യൻസ് വളരെ കുറവല്ലേ നമ്മൾ കണ്ടത് മറ്റേ. പക്ഷെ ഷോപ്പുകൾ പോർച്ചുഗലിലുള്ള ഭൂരിപക്ഷം ഷോപ്പുകളും നമ്മുടെ ഇന്ത്യൻസ് ഏഷ്യൻസിൻ്റെ ആണ്. ഒന്ന് ബംഗ്ലാദേശികൾ, അതല്ലേ പഞ്ചാബികൾ. മലയാളികളെ നമ്മൾ കണ്ടില്ലല്ലോ. പക്ഷെ ഒരു മലയാളിനെ നമ്മൾ റോട്ടിൽ കൂടെ നടന്നു പോകണമുണ്ട്. ആ, ഇന്ന് രാവിലെ ഒരു ബാഗ് വിട്ട് പുള്ളി അമ്മേനെയും വിളിച്ചോണ്ട് പോവായിരുന്നു. ആ, പിന്നെ നിങ്ങൾക്ക് ബസ്സിന്റെ നല്ല പ്രോപ്പർ ടൈം അറിയണമെന്നുണ്ടെങ്കിൽ ഈ ബസ് സ്റ്റോപ്പിന്റെ അടിയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, പോർട്ടോ എന്ന് പറഞ്ഞാൽ. ഇത് സ്കാൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് എക്സാക്ട് ടൈം അറിയാം ബസ്സിന്റെ. നമ്മുടെ അവിടെ ഷെഫീൽഡിലാണെങ്കിലും ആ ഒരു ബസ് സ്റ്റോപ്പിൽ ആ ടൈമിംഗ് ആണ്. അതിൻ്റെ അടിയിൽ ഇതേപോലത്തെ QR കോഡ് ഉണ്ട്, പലരും ശ്രദ്ധിക്കാത്തതാണ്. ഇപ്പോൾ ട്രാമിൻ്റെ പോലും താഴെ QR കോഡ് സ്കാൻ ചെയ്താൽ റണ്ണിങ് ആ റണ്ണിങ് ബസ് ഏതാണെന്ന് നോക്കി എവിടം വരെ ആയി അതെല്ലാം അതിൻ്റെ അകത്തുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്ത നമ്മൾ വന്നപ്പോൾ 3 വർഷം മുമ്പ് ആ കാറില്ലാത്ത സമയത്ത് ബസ്സും ട്രാമും ആയിരുന്നല്ലോ, നടന്നു പോകുന്നു, ബസ്സിലും പോകുന്നു. അപ്പോൾ അതൊക്കെ നോക്കുമായിരുന്നു. ഇപ്പം കാറുള്ളതുകൊണ്ട് ആരും നോക്കുന്നു. ഞാൻ പബ്ലിക് ട്രാൻസ്പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. കാർ ഞാൻ യുക്രൈനിൽ പഠിക്കുമ്പോൾ കാറൊന്നും ഇല്ലായിരുന്നു. ഓക്കെ, അപ്പോൾ 4 വർഷം ബസ് ബസ് ഓർ ട്രാമിൽ അല്ലെങ്കിൽ ഇതിലാണ് ഇപ്പോൾ ഫുൾ പബ്ലിക് ട്രാൻസ്പോർട്ട്. UK വന്നു ഒരു 6 മാസം നല്ലപോലെ ലൈക്ക് പബ്ലിക് ട്രാൻസ്പോർട്ട് തന്നെ. പിന്നെ കാർ എടുത്തിട്ട് പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കിയിട്ടില്ല പബ്ലിക്. പിന്നെ ഇടയ്ക്ക് ഇപ്പം വല്ലതും ട്രാമിൽ പോകുമില്ല, റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ ട്രാമിൽ ദൂരെ നമ്മൾ അതിൽ ട്രാമിലാണ് പോകുന്നത്. എന്നാലും ആ ഒരു പഴയ ലൈഫ് അങ്ങ് മാറിപ്പോയി. കുറെ പേര് റീല് ചെയ്യുന്ന കണ്ടിട്ടില്ലേ, മറ്റേ സ്റ്റിയറിംഗ് എന്ന് വെച്ചാൽ ബസ്സിന്റെ കമ്പിയാൽ ഇങ്ങനെ പിടിച്ചിരിക്കുന്നു. ഫൈനലി 3 years ഡ്രീം എന്നും പറഞ്ഞ് അടുത്തത് കാണിക്കുന്ന സ്റ്റിയറിംഗ് BMW സ്റ്റിയറിംഗ് കറക്കുന്നതായിട്ട്. അടിപൊളി ഒരു ട്രാൻസ്ഫോർമേഷൻ. തുമ്മുവോന്നോ? ഇല്ല, ഞാൻ തുമ്മൂല, നീ തുമ്മിക്കോളാൻ. ലൈറ്റ് ഒന്നുമില്ല. നമ്മളൊരു കാല് ഫ്രണ്ടിലോട്ട് എടുത്തു വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി ഇത് ഇതുപോലെ നിൽക്കും അവിടെ. നിന്നില്ലെങ്കിൽ നമ്മുടെ മേത്തേക്ക് കയറും. ഉണ്ടോ ഉണ്ടോ? BM വിൻഡോ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഭയങ്കര ഫേമസ് മാളാണ്. അപ്പോൾ ഇതിൻ്റെ അകത്താണ് ഇനി നമ്മൾ കയറാൻ പോണം. കയറിക്കോ. താങ്ക് യു. നമ്മുടെ അവിടെ മറ്റേ മാളുടെ പേരെന്താ? മെഡോളൊക്കെ ആണെങ്കിലും ഒരു 7 മണി 8 മണിയൊക്കെ ആകുമ്പോൾ തീർന്നു, ചത്തു. 8:30 ആയതേ ഉള്ളൂ, 11 മണി വരെ 11 വരെ ഉണ്ടല്ലേ. ഓ, ഈ മാൾ അടിപൊളിയാട്ടോ. നല്ല ഫ്രഷ് പോവാല്ലേ. പ്രിസർവ്ഡ് പോവും ഗൈസ്. അപ്പം നമ്മൾ പോർച്ചുഗലിൽ സൺഗ്ലാസ് ഹട്ടിലാണ്. മയാജി അതും പൊളിച്ചു. ഓ പവർ. ഓ ബോബി, അത് മരണമാസം, വെറും മാസമല്ല കേട്ടോ. നീന്ന് വെച്ചേ. ഓ പൊളി പൊളി. എന്റെ പൊന്നു, പ്രൈമാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ UK എല്ലാ ബ്രാൻഡുകളും UK യൂറോപ്പിലെ എല്ലായിടത്തും ഉണ്ടെന്നാണ് ഗോപി പറഞ്ഞത്. ആൾഡി, സ്പാർ, എന്താ പറയണ, സ്പാർ, പ്രൈമാർക്ക് അതെല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ ആൾഡിയിൽ സാധനങ്ങൾ, പാല് അതുപോലത്തെ സാധനങ്ങളൊക്കെ മേടിക്കുകയാണെങ്കിൽ ഭയങ്കര ചീപ്പാട്ടോ. ഇന്ന് ഞങ്ങൾ രാവിലെ ഒരു ക്രൊസൻറ്റ് ഞങ്ങൾ കഴിച്ചത് €4. 0.80 നമുക്ക് ലിഡിലിൽ ആ സാധനം കിടക്കുന്നുണ്ട്. അപ്പം നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ ലിഡിലിൽ നിന്ന് സാധനങ്ങളൊക്കെ മേടിക്കാം. പിന്നെ ഒബ്വിയസ്ലി നമ്മളിവിടെ വന്നേക്കണ കാശ് ചിലവാക്കാനാണ്. അപ്പം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇനി കാശ് ചിലവാക്കണ്ടെന്നുള്ളവർക്ക് ലിഡിലിൽ പോയി കഴിഞ്ഞാൽ എല്ലാ സാധനങ്ങളും വിലക്കുറവോടെ നമുക്ക് കിട്ടും. ഓക്കെ, നൈക്കിൻ്റെ പോർച്ചുഗൽ ഷോറൂമാണ്. ഓഫറൊന്നുമില്ല അല്ലടാ. ഓ പൊളി സാധനം. €189. ഓ ഇത് പൊളിയാട്ടോടി. 139 വേണോ? ഇത് നോക്കണ്ടോ? Come on, let's go to JD Sports. JD Sportsൽ എന്തുണ്ട്? അഡിഡാസ് മൊത്തം ഓഫല്ലേ. നമ്മുടെ സാധനത്തിന് എന്നെ വിലയുണ്ടെന്ന് നോക്കിയാൽ ഇവിടെ ഓണിൻ്റെ ഷൂവിന് UK തന്നെയാണ് കുറവ്. പിന്നെ നമ്മൾ മേടിച്ചത് മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അകത്താട്ടോ. സത്യം പറഞ്ഞാൽ മാഞ്ചസ്റ്റർ എയർപോർട്ടിൻ്റെ അകത്ത് എല്ലാത്തിനും വിലക്കുറവല്ലടാ കമ്പാരിറ്റീവ്ലി.
എനിക്ക് അങ്ങനെയായിട്ട് മനസ്സിലായത്. ഡ്യൂട്ടി ഫ്രീയിൽ നല്ല വിലക്കുറവുണ്ട്. നല്ല വിലക്കുറവ്. സാധാരണ നമ്മൾ എയർപോർട്ടിൽ നിന്ന് മേടിക്കുമ്പോൾ നല്ല റേറ്റ് ആണെന്നല്ലേ പറയണം. പക്ഷെ ഇവിടെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു മാഞ്ചസ്റ്റർ എയർപോർട്ടിനകത്ത്. പോർച്ചുഗലിലെ പ്രൈമാർക്കാട്ടോ. പോർച്ചുഗലിലെ പ്രൈമാർക്കിൽ എന്തുണ്ട്? ക്വൈറ്റ് എക്സ്പെൻസീവ് അല്ലേ? ലിറ്റിൽ ബിറ്റ് ക്വൈറ്റ് എക്സ്പെൻസീവ് ആണെന്നാണ് നമ്മുടെ പൊണ്ടാട്ടി പറഞ്ഞത്. പോർച്ചുഗൽ പ്രൈമാർക്ക് പെട്ടെന്ന് എടുക്കും, പക്ഷെ വലിയ പ്രൈമാർക്കല്ലേ. മടുത്തു. ഇത് നൈസാണ് ഇവിടെ. ഇത് എത്ര? ഇത് 20. നൈസ്. എനിക്കറിയില്ല ആ ചെറുക്കന് എന്ത്. സിനിമാസ് ഇവർക്ക് ഭയങ്കര വലിയൊരു ഫുഡ് കോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു വലിയ ഫുഡ് കോർട്ടാണ് കേട്ടോ. ഓക്കെ, KFC, മെക്ഡി, മെക്ഡൊണാൾഡ്സ്, ബർഗർ കിങ്സ്, സുഷി, അങ്ങനെ ഇതിൻ്റെ അകത്ത് ഒരു ലോഡ് ഫുഡ് കോർട്ട്സ് ഉണ്ട് ഇല്ലടാ. ഭയങ്കര വലിയ ഫുഡ് കോർട്ടില്ലേ. എന്ത് കഴിക്കുമെന്ന് ആലോചിക്കുക. അതാണ് കൺഫ്യൂഷൻ. നമുക്ക് KFC ചുമ്മാ ചോദിച്ചു നോക്കാം. 1996 USA 1940 തുടങ്ങി, ഇവിടെ എത്തിയപ്പോൾ 1996. 26 വർഷം കൊണ്ട് പുള്ളി പോർച്ചുഗലിൽ എത്തിച്ചു കേട്ടോ. 56 വർഷം കൊണ്ടാണ് എത്തിച്ചു. ഇറ്റ്സ് എ ലോങ് ടൈം. പക്ഷേ KFC ഹലാലല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മളത് വേണ്ടാന്ന് വെച്ച് വേറെ ഏതെങ്കിലും കട നോക്കാം. എടാ ബാടാ, നമ്മൾ ഇറങ്ങുമ്പോഴും ടിക്കറ്റിങ്ങിന് ടാപ്പ് ചെയ്യണം കേട്ടോ. ഇവിടെ മെട്രോ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ UK പോലെ തന്നെ കയറുമ്പോഴും ചെയ്യണം, ഇറങ്ങുമ്പോഴും ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇന്നൊരു ബുധനാഴ്ചയാണ്, 11:45 സമയം. വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. UK ഇവിടെയും സെയിം ടൈമിംഗ്. UK ഇവിടെ സെയിം ടൈമിംഗ് ആണ്. UK സത്യം പറഞ്ഞാൽ 7 മണി കഴിഞ്ഞാൽ പിന്നെ ആരുമില്ല. പക്ഷെ ഇവിടെ ഒരു 11 മണി വരെയൊക്കെ ഓണാണ്. അല്ല, ആ മോള് 11 മണി വരെയാണ് ഓപ്പൺ. ആ മോള് നമ്മൾ കണ്ടില്ലേ 11 മണിക്കും 9 മണി. പക്ഷെ മെഡോ ഹോള് 8 മണിയാകുമ്പോൾ കട അടയ്ക്കും. അല്ലെ സമ്മറിലാണത്. പല കടകളും ക്ലോസ് ചെയ്ത് തുടങ്ങത്തില്ല 7 മണിയൊക്കെ ആകുമ്പോഴേ. ബട്ട് വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ നാട്ടിലൊരു നമ്മൾ ഫസ്റ്റ് മോളിൽ പോകുന്ന ബാംഗ്ലൂർ പോയിട്ടാണല്ലോ. ഇപ്പോൾ ബാംഗ്ലൂരൊക്കെ ഇന്നൊരു കേരളത്തിലെ ഫസ്റ്റ് മാൾ ഏതാണെന്നറിയോ? എനിക്കറിയില്ല. എറണാകുളം ജില്ലയിലാണ് ഒബ്രോമാളാന്നാണ് എൻ്റെ ഒരു ഓർമ്മ. എൻ്റെ ഒരു ഓർമ്മ. ഞാനും വേറെ സ്ഥലത്ത് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അതാ കോഴിക്കോട് ഹൈലൈറ്റ് മാൾ. എനിക്കറിയില്ല, പക്ഷേ എനിക്കൊന്ന് കോഴിക്കോട് ആദ്യം വന്നത്. നമ്മൾ പഴയ ഇപ്പത് അണഞ്ഞു. ഇപ്പൊ ഒന്നും ഇല്ല അതിന്റെ അകത്ത്. അണഞ്ഞു പോയി. പണ്ടൊരു മാളെന്ന് വെച്ചാ ഒരു വികാരം. ഫുഡ് കഴിക്കാം, ഡ്രസ് മേടിക്കാം. ഇപ്പൊ അണഞ്ഞു പോയി. ഇപ്പൊ അത് ലുലു വന്നു കഴിഞ്ഞാൽ പിന്നെ ലുലു ഇപ്പൊ എവിടെ എന്ത് വന്നാലും പിന്നെ എല്ലാം അടിച്ചു പൊട്ടിക്കും. അടിച്ചു പൊട്ടിക്കും മീൻസ് അങ്ങനെയല്ല. ലുലുടെ അത്രയും ഇത് ഫ്ലെക്സിബിൾ വേറെ എന്താടാ? വേറൊരെണ്ണം വന്നേ കൊച്ചിയിൽ തന്നെ. സ്ക്വയറോ ക്യൂബോ? ഗോൾഡൻ സ്ക്വയറോ? ഏതാ? എവിടെയല്ലേ നമ്മുടെ ഗോൾഡൻ സ്ക്വയർ വാരഞ്ചില്. ശരിയാലോ. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കണക്റ്റഡ് ആയി പോയി.